ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിനും കളക്കെ എന്തായാലും രാവിലെ എണീറ്റപ്പോൾ തൊട്ടേ ഗൈസ് നമ്മുടെ ഷിൻജാനും കളക്കെ എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിനോട് എന്തായാലും പറയാണ് ഇന്ന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് നല്ല ഏതാണ് ഡ്രാഗ് റേസോ ഡ്രിഫ്റ്റ് റേസോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളും കാണാൻ എന്തെങ്കിലുമൊക്കെ ചെയ്താലാണ് നമ്മുടെ ഷിൻജാനും കളക്കെ നമ്മുടെ ഫ്രാങ്ക്ലിനോട് രാവിലെ എണീറ്റപ്പോൾ തൊട്ടേ പറയണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിനും കളക്കെ ഒരു അടിപൊളി ഒരു ഐഡിയയും കളക്കെ എന്തായാലും ഉണ്ട്. ഇന്ന് എന്തായാലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും അടിപൊളിയായിട്ടുള്ള ഒരു റേസ് പോലത്തെ എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഷിൻജാനോട് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും പറയാം. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും ഷിൻജാനെ വിളിക്കാം. എടാ ഷിൻജാനെ ഒന്ന് ഇറങ്ങി വാടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞാൻ ഇത് എത്തി. ഫ്രാങ്ക്ലിൻ ചേട്ടാ, എങ്ങനെയുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ? നമുക്ക് ഒരു റേസ് പോലത്തെ എന്തെങ്കിലുമൊക്കെ വെച്ചാലാ? റേസൊക്കെ അങ്ങ് വെക്കാം. ശരി, നമുക്ക് എന്തെങ്കിലുമൊക്കെ റേസ് പോലത്തെ എന്തെങ്കിലും കളിക്കാം. പിന്നെ ഞാൻ ബാക്കി റൂൾസും പിന്നെ എന്തൊക്കെയാണ് റേസ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സത്യം പറഞ്ഞാൽ 2 റൗണ്ടായിട്ടാണ് കേസ് കളിക്കണേന്ന് വെച്ചാൽ. ഓക്കെ, ഞാൻ ഷിൻജാനും. ഓക്കെ, 2 റൗണ്ടെന്ന് പറയുമ്പോൾ ഫസ്റ്റ് റൗണ്ടെന്ന് വെച്ചാൽ ഡ്രാഗ് റേസ് കണക്കാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഷിൻജാൻ്റെ വണ്ടികളൊക്കെ മെഴ്സിഡീസ് ബെൻസ് ജി വാഗണാണ്. എൻ്റെ വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ ലാൻഡ് റോവർ ഡിഫൻഡർ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ മെഴ്സിഡീസ് ബെൻസ് ജി വാഗൺ വെർസസ് ലാൻഡ് റോവർ ഡിഫൻഡർ തമ്മിൽ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഡ്രാഗ് റേസ് കണക്കെ എന്തായാലും കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡ്രാഗൺ റേസിൽ ഏത് വണ്ടിയാണ് ജയിക്കുന്നത് ആ വണ്ടി എന്നാലും ഫസ്റ്റ് റൗണ്ടിൽ കണക്ക് ജയിക്കും. ഫസ്റ്റ് റൗണ്ട് അത്രയ്ക്ക് പ്രാധാന്യമുള്ള റൗണ്ട് തന്നെയല്ല, അതിൽ തോറ്റെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും തന്നെയല്ല. പക്ഷേ സെക്കൻഡ് റൗണ്ടാണ് കേസ് നമ്മുടെ മെയിൻ റൗണ്ടെന്ന് വെച്ചാൽ. സെക്കൻഡ് റൗണ്ടെന്ന് വെച്ചാൽ മെഗാ റാമ്പും കളിയാണ്. മെഗാ റാമ്പിൽ ഏറ്റവും മണ്ടയ്ക്കുന്ന എന്തായാലും ആ റാമ്പൊക്കെ ചാടി ഏത് വണ്ടിയാണ് കറക്റ്റായിട്ട് എന്തായാലും താഴെ എത്തണം ആ വണ്ടിയാണ് കേസ് വിന്നർ എന്ന് വെച്ചാൽ. അങ്ങനെയൊക്കെയാണല്ലേ. ശരി, ഞാൻ ഈ റേസിനെ അക്സെപ്റ്റ് ചെയ്ത്. അല്ലെങ്കിൽ എനിക്ക് റേസൊക്കെ കളിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. ശരി, അപ്പോൾ റേസിനെ ഞാൻ ജയിച്ചിട്ടപ്പോൾ നമുക്ക് കാണാം. പിന്നെ എൻ്റെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, എപ്പോഴും ഫ്രാങ്ക്ലിൻ ചേട്ടൻ തന്നെ ജയിക്കുമെന്ന് വെച്ചാൽ വലിയ കഷ്ടമാണ്. ഈ റേസിന് ഞാൻ തന്നെ ജയിക്കും, അതിനൊരു ഉറപ്പ് ഞാൻ കാണുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ ഈ റേസിന് ഞാൻ തന്നെ ജയിക്കും, നോക്കിക്കോ. നമുക്ക് കാണാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്ക് കാണാം. അവസാനം ഫ്രാങ്ക്ലിൻ ചേട്ടാ തോറ്റിട്ട് എൻ്റെ അടുത്ത് വരല്ലേ, അല്ലാണ്ട് പിന്നെ നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമുക്കിപ്പോൾ ഈ റേസ് അങ്ങ് നൈസർ സ്റ്റാർട്ടാക്കാം. വാടാ ഷിൻജാനെ, നമുക്കിപ്പോൾ ഈ റേസ് സ്റ്റാർട്ടാക്കാം. നമ്മുടെ ഫസ്റ്റത്തെ നമ്മുടെ ഡ്രാഗ് റേസുകളൊക്കെ നടക്കണമെന്ന് വെച്ചാൽ നമ്മുടെ എയർപോർട്ടിൽ വെച്ചാൽ നമ്മൾ എന്തായാലും ഫസ്റ്റത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ ഫസ്റ്റത്തെ റേസുകളൊക്കെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. ഫസ്റ്റത്തെ റേസ് എന്ന് വെച്ചാൽ ഡ്രാഗ് റേസുകളൊക്കെയാണ്. ഇതിൽ നമുക്ക് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഗൈസ്. എന്ന് വെച്ചാൽ ഇത് അത്രയ്ക്ക് മെയിനായിട്ടുള്ള റേസ് അല്ല ഗൈസ്. അവസാനത്തെ റേസാണ് ഗൈസ് മെയിനായിട്ടുള്ള റേസ് എന്ന് വെച്ചാൽ നമ്മുടെ മെഗാ റാമ്പ്. ഓക്കെ, എന്നാലും നമുക്ക് മാക്സിമം ജയിക്കാനായിട്ട് നോക്കാം. എടാ ഷിൻജാനെ, അപ്പോൾ നമുക്ക് റേസ് സ്റ്റാർട്ട് ചെയ്താലാ? ഫ്രാങ്ക്ലിൻ ചേട്ടാ, അപ്പം ഒരു കാര്യം ചെയ്യടാ ഷിൻജാനെ, ഞാൻ അപ്പം ജയിച്ചിട്ട് ഇനി നമുക്ക് കാണാം. ഒന്ന് ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഈ ഒരു ഡ്രാഗ് റേസിന് ഞാനേ ജയിക്കും. ഒന്ന് പോടാർന്ന്. അപ്പോൾ നമുക്കപ്പോൾ റേസ് സ്റ്റാർട്ട് ചെയ്യാം. ഓൺ ഔട്ട് ഗെറ്റ് സെറ്റ് ഗോ. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പം ഞാനിങ്ങളൊക്കെ വണ്ടികളൊക്കെ എടുത്തിട്ടുണ്ട്. ഷിൻജാൻ അവിടെ പുറകെ തന്നെ ഉണ്ട് ഗൈസ്. ഓക്കെ, പണി പാവളും എന്തോ. ഓക്കെ ഗൈസ്, നൈസായിട്ട് പണി പാളി ഗൈസ്. നമ്മുടെ ഫ്രാങ്ക്ലിൻ ചേട്ടനുകളൊക്കെ വണ്ടി കൊണ്ട് കത്തിച്ചോട്ട് ഇനി ഞാൻ തോക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ ഫൈനലി ജയിക്കാറായിട്ടുണ്ട്. യെസ് ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ഗൈസ് നമ്മുടെ ഫസ്റ്റത്തെ റൗണ്ടിലുകളൊക്കെ ഗൈസ് നമ്മളങ്ങനെ ജയിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ ഗൈസ്, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിടക്കാച്ച ഡ്രാഗ് റേസുകളൊക്കെയാണ് ഗൈസ്. ഓക്കെ, ഫസ്റ്റത്തെ ഡ്രാഗ് റേസിനുകളൊക്കെ ഞാൻ ജയിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ ഷിൻജാനാണെങ്കിൽ പിന്നെ വണ്ടി ഓടിക്കാനൊന്നും തന്നെ അറിഞ്ഞൂടല്ലോ ഗൈസ്. അതുകൊണ്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഗൈസ്. നമ്മളങ്ങനെ ഫസ്റ്റത്തെ നമ്മുടെ റേസിനുകളൊക്കെ ഞാൻ ജയിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അതൊക്കെ അത്രയേ ഉള്ളൂ. എന്നാലും എൻ്റെ ഫ്രാങ്ക്ലിൻ ചേട്ടാ എങ്ങനെ ഈ ഒരു ഡ്രാഗ് റേസിന് നല്ല സുഖമായിട്ട് ജയിച്ച്? എടാ ഷിൻജാനെ, അതൊക്കെ ഉണ്ടാ. നല്ല അടിപൊളിയായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വണ്ടി ഓടിച്ചാൽ ഏത് റേസിനും നമുക്ക് ജയിക്കാനായിട്ട് പറ്റും. നീ എന്തൊക്കെയായിരുന്നു പറഞ്ഞാൽ നീ ജയിക്കും. ഇപ്പം എന്തരായി, നീ തോറ്റില്ലേ? ഇത് ഫസ്റ്റ് റേസല്ലേ, ഇത് അത്രയ്ക്ക് പ്രാധാന്യമുള്ള റേസൊന്നുമല്ല. ഇനി ഒരു റേസ് കൂടെ ബാക്കിയുണ്ടല്ലോ, മെഗാ റാമ്പ്. അതിന് ഞാൻ ഉറപ്പായിട്ട് ഞാൻ ജയിക്കും. നമുക്ക് കാണാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഒരു കാര്യം ചെയ്യും, നമുക്കപ്പോൾ നേരെ ആ മെഗാ റാമ്പ് കളിക്കാമോ? ഷിൻജാനെ, നമുക്ക് നേരെ അങ്ങോട്ട് പോകും. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മുടെ റൗണ്ട് 2 കളൊക്കെ ഫൈനലി അങ്ങനെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. റൗണ്ട് 2 എന്ന് വെച്ചാൽ നമ്മുടെ മെഗാ റാമ്പ് കളൊക്കെയാണ്. ഓക്കെ, അപ്പം ഈ ഒരു മെഗാ റാമ്പിലാണെങ്കിൽ 2 റാമ്പുണ്ട്. ആ 2 റാമ്പും കറക്റ്റായിട്ട് ചാടി ഏത് വണ്ടിയാണ് അടിയിലെത്തണം ആ വണ്ടിയാണ് ഗൈസ് വിന്നർ എന്ന് വെച്ചാൽ. വീണ വണ്ടി തോക്കും. പിന്നെ നമ്മുടെ ഷിൻജാൻ്റെ വണ്ടി എൻ്റെ വണ്ടി ഒരേപോലെ എന്തായാലും 2 വണ്ടിയും ജയിച്ചു കഴിഞ്ഞാൽ അവസാനം വലിയൊരു കാർ റേസുകളൊക്കെ അവസാനം എന്തായാലും ഉണ്ടാവും. അതിൽ ജയിക്കുന്ന ആൾ എന്തായാലും വിന്നറാണ്. ഓക്കെ, അതാണ്.
ഒന്ന് പോ ഫ്രാങ്ക്ലിൻ ചേട്ടാ. ചേട്ടൻ ഈ റേസിന് ജയിക്കാനൊന്നും പോകണില്ല. ഞാൻ ഈ റേസിന് ജയിക്കുമോ? എന്നെ പോലത്തെ പ്രോ ഡ്രൈവറിനെ കൊണ്ട് ഇതൊക്കെ ജയിക്കാനായിട്ട് പറ്റുമോ? ഒന്ന് പോടാ ഷിൻചാനെ. നീ അതിനെ കളിക്കാൻ നോക്ക്. ഓക്കെ, നമ്മുടെ ഈ ഒരു മെഗാ റാമ്പിൽ ഫസ്റ്റ് എന്തായാലും പോണേന്ന് വെച്ചാൽ നമ്മുടെ ഷിൻചാനാണ്. എടാ ഷിൻചാനെ, ഓൾ ദ ബെസ്റ്റ്. ഓൺ എ മൗത്ത് ഗെറ്റ് സെറ്റ് ഗോ. എടാ ഷിൻചാനെ പറ്റോ? ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പം ഗൈസ് ആദ്യം ഞാനാണ് ഗൈസ്. ഓക്കെ, എന്താവോ എന്നൊരു ഐഡിയ തന്നെയില്ല ഗൈസ്. ഓക്കെ, ഞാൻ ഫ്രാങ്ക്ലിൻ ചേട്ടനെ വെല്ലുവിളിച്ചൊക്കെയാണ് ഗൈസ് വന്നതെന്ന് വെച്ചാൽ. ഓക്കെ, പിന്നെ നമ്മുടെ ഈ മെഗാ റാമ്പിലാണെങ്കിൽ 2 റാമ്പുണ്ട്. ഫസ്റ്റത്തെ റാമ്പ് നമുക്ക് ചെറുതായിട്ട് ചാടിയാൽ മതി. അവസാനത്തെ റാമ്പൊക്കെ അത്യാവശ്യം നല്ല സ്പീഡിൽ കണക്ക് ചാടണം കേട്ടോ. എൻ്റെ പൊന്നെ, എൻ്റെ ജീവാകേണ്ട പരിപ്പളവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ, ഈ ഒരു മെഗാ റാമ്പ് കളിച്ച് തീരുന്ന സമയത്തൊക്കെ നമുക്കെന്തായാലും കോൺസെൻട്രേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഓടിക്കാൻ ഗൈസ്. ഓക്കെ, അല്ലാതെ ഇപ്പോൾ വേറെ വഴിയില്ല. ഓക്കെ, എൻ്റെ പൊന്നെ ഗൈസ് ഉണ്ടോ, വണ്ടി എങ്ങനെ ഇങ്ങനെ തെന്നിപ്പോവേണം. വണ്ടി എങ്ങാനും വീണ് കഴിഞ്ഞാൽ ഗൈസ് തീർന്നു എൻ്റെ കാര്യം. ഓക്കെ, പിന്നെ പറയാൻ വേണ്ട. ഓക്കെ, അതുകൊണ്ടൊക്കെ സൂക്ഷ്യം കണ്ടൊക്കെ പോയ ഏകദേശം ഗൈസ് നമ്മുടെ റാമ്പുകളൊക്കെ എത്താറായി. ഒരു മിനിറ്റ് വണ്ടി എൻ്റെ ജീവാകണേ, നിൽക്ക്. എൻ്റെ പൊന്ന് ജീവാകണേ, എന്നെ ചതിക്കല്ലേ. ഞാൻ നിൻ്റെ ഓണറാണ് ഞാൻ. എന്നെ നീ ഒരിക്കലും ചതിക്കല്ലേ എൻ്റെ ജീവാകണേ. ഞാൻ ജയിക്കണേ. എടാ ജീവാകണേ, ഒന്ന് കയറാ. ഓക്കെ ഗൈസ്, ഓക്കെ, നമുക്ക് എന്തായാലും അവസാനത്തെ ടൈം അങ്ങനെ ഫൈനൽ എത്തിയേക്കാണ്. എൻ്റെ പൊന്നെ, ഈ ഒരു റാമ്പും കൂടെ കറക്റ്റായിട്ട് ചാടിയില്ലെങ്കിൽ ഗൈസ് ഞാൻ തോറ്റ്. ഓക്കെ, പിന്നെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ ജയിക്കുകയാണെങ്കിൽ ഫ്രാങ്ക്ലിൻ ചേട്ടനായിരിക്കും ജയിക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ ചാടി. എൻ്റെ മോനെ ഗൈസ്, നൈസായിട്ട് പണിപ്പാളി. എൻ്റെ മോനെ, അങ്ങനെ ഗൈസ് ഞാൻ ഔട്ടായിട്ടുണ്ട് ഗൈസ്. എന്ത് പറയാനാണ് ഗൈസ്, ഈ ജീവാകൻ എന്നെ ചതിച്ച് ഗൈസ്. ഞാൻ ഔട്ടായി ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ഞാനാണ്. ഓക്കെ, ഈ ഒരു മെഗാ റാമ്പിൽ കളക്ക് ഇനി ഞാനാണ് എന്തായാലും പോകേണ്ടത്. നമ്മുടെ ഷിൻചാന് കളക്ക് എന്തായാലും തറയിൽ എന്തായാലും വീണിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. അവൻ എങ്ങനെ ഔട്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളെന്തായാലും ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ സെക്കൻഡായിട്ടുള്ള എക്സ്ട്രാ റേസില്ലേ, അത് കളിക്കേണ്ടി വരില്ല. ഓക്കെ, എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചാൽ മതി ഗൈസ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഗൈസ് നമ്മുടെ പേര് മോശമാവും ഗൈസ്. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ പേര് മോശമാവും. ഫസ്റ്റത്തെ പിന്നെ ഈ റാമ്പ് എന്തായാലും വലുതായിട്ട് സ്പീഡിൽ ചാടേണ്ട ആവശ്യമില്ല. ഓക്കെ, ചെറുതായിട്ടൊന്ന് ചാടിയാൽ മതി. എന്നാലും കറക്റ്റ് കൺട്രോൾ ചെയ്തൊക്കെ ഓടിക്കണം കേസ്. ഓക്കെ, ആ അവസാനത്തെ റാമ്പില്ലേ, അതാണ് നമുക്ക് എന്തായാലും നോക്കേണ്ട കേസ്. ഓക്കെ, അത് ഇച്ചിരി പെശകാണ്. നമ്മളാണെങ്കിലില്ലേ ഈ റാമ്പാണെങ്കിൽ ഇങ്ങനെ ചാടി ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പോണ സമയത്ത് വണ്ടിയുടെ സ്പീഡ് കണക്ക് കുറവാണെങ്കിൽ ഇതിൻ്റെ കൺട്രോളും കണക്ക് പോവും. അങ്ങനെ കൺട്രോൾ പോണ സമയത്താണ് നമ്മുടെ വണ്ടി കണക്ക് മറിയണത്. നമ്മുടെ ഷിൻചാൻ്റെ വണ്ടി കറക്റ്റായിട്ട് ആ റാമ്പ് കടക്കുമായിരുന്നു. പക്ഷേ അവൻ്റെ സൈഡ് കണക്ക് തെറ്റി ആ വണ്ടിയുടെ ആ ഒരു ടയർ കണക്കില്ല, അത് ലെവൽ തെറ്റി നേരെ സൈഡിൽ കൂടെ ആ വണ്ടി പോയി. അങ്ങനെയാണ് ആ വണ്ടി മറിഞ്ഞ് താഴെ വീണത്. സത്യം പറഞ്ഞാൽ ആ റാമ്പ് ചാടിയാൽ മാത്രം മതി, സൈഡിൽ കൂടെ അവൻ ഈസിയായിട്ട് പോയായിരുന്നു. പക്ഷേ അവൻ എന്തായാലും നേരെ കേസ് ഒറ്റയടിക്കാൻ അങ്ങ് അടിയിൽ പോയി. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഞാൻ അതേപോലെ പോകാതിരുന്നാൽ മതിയായിരുന്നു. ഞാനാണ് ഇവിടെ ഇപ്പോൾ നല്ല സ്പീഡിൽ കണക്ക് പോവുകയാണ്. ഓക്കെ, ഈ റാമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് കറക്റ്റായിട്ടൊന്ന് കടന്നാൽ മതിയേ ഗൈസ്. ഓക്കെ, വേറെ ഒന്നും വേണ്ട എനിക്ക്. എൻ്റെ മോനെ. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ ജയിച്ചേക്കാണ് ഗൈസ്. നമ്മുടെ ഈ ഒരു മെഗാ റാമ്പ് റേസിനുകളൊക്കെ നമ്മുടെ ഷിൻചാനുകളൊക്കെ തോറ്റേക്കാണ് ഗൈസ്. ഓക്കെ, നമ്മൾ തെറിച്ച് വീണെങ്കിൽ നമ്മുടെ വണ്ടി വീണില്ലായിരുന്നു. നമ്മുടെ വണ്ടി കറക്റ്റായിട്ടാണ് എന്തായാലും ഉരുണ്ട് ഇവിടെ വന്ന് എന്തായാലും വീണ് ഗൈസ്. അതാണ് ഉണ്ടായെന്ന് വെച്ചാൽ എന്തായാലും അകത്തോളം ആൾ വീണാലും കുഴപ്പമില്ല, കാറ് കറക്റ്റായിട്ട് എന്തായാലും താഴെ വരെ എന്തായാലും വന്നു കഴിഞ്ഞാൽ ജയിച്ച് കേസ്. ഓക്കെ, നമ്മുടെ വണ്ടി കറക്റ്റായിട്ട് എന്തായാലും വന്നു. ഓക്കെ, നമ്മൾ താഴെ വീണു. ഓക്കെ എന്തായാലും വേറെ ലെവലായിട്ടുള്ള റേസാണ്. നമ്മളെന്തായാലും ഫൈനലി ജയിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഷിൻചാനുകളൊക്കെ തോറ്റിട്ടുണ്ട്. എടാ ഷിൻചാനെ, ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞല്ല ഞാൻ ഈ റേസിന് ജയിക്കുമെന്ന്. ഓ, അതൊക്കെ ശരിയാണ്. ഓക്കെ, അങ്ങനെ ഗൈസ് ഫൈനലി ഗൈസ് ഞാനങ്ങനെ തോറ്റേക്കാണ് ഗൈസ്. എന്തൊക്കെയായിരുന്നു ഗൈസ് ഞാൻ പറഞ്ഞത്, ഞാൻ ജയിക്കുമെന്ന്. ഇപ്പോഴാണ് ഞാൻ തന്നെ തോറ്റ് ഗൈസ്. ഓക്കെ, എന്ത് പറയാനല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കണക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു സ്റ്റോറി വീഡിയോ കണക്കാണ്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം എടാ ഷിൻചാനെ ഔട്ട്റോ അങ്ങ് പറയടാ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കണക്ക്. ഞാൻ എന്തായാലും വീണ്ടും ഗൈസ് നാളെ എന്നാലും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആണ്. അപ്പം പുതിയൊരു കിടിലം വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.